20% എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡീപ്പ് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. 1% വരെ വരുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ആകെ ഒരു 3-4 കിലോമീറ്റർ ഓടിയ ഭാഗ്യം. ആദ്യത്തെ ഒരു പ്രാവശ്യത്ത് കാണിച്ചപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്തെങ്കിലും സെൽ ബാലൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഇത് കാണിച്ച സമയത്ത് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തു. അവരടുത്ത് കൊണ്ടുപോയി കൊടുത്തു. 48% കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ 10 ദിവസത്തോളം വണ്ടി കമ്പനിയിൽ കടന്നു. അവർ ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 2-3-4 ദിവസം എടുത്തിട്ടാണ് വിളിച്ചു പറഞ്ഞത്. അവർക്ക് കമ്പ്യൂട്ടറിലെ ഗ്രാഫിലും ചാർട്ടിലൊന്നും പ്രത്യേകതകളൊന്നുമില്ല. നോർമൽ ബാറ്ററി ഡിസ്ചാർജിങ്ങിനെ കാണിക്കുന്നത്. ഓടിച്ച സമയത്ത് നമ്മൾ അതേപോലെ തന്നെ ഒരു 20% ക്വിക്കായിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ അവർക്കും ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ടാറ്റയുടെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസിലെല്ലാം ഒക്ടിലിയോൺ എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡിൻ്റെ ബാറ്ററിയാണ് അവർ സോഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാറ്റയിലോട്ട് ഡയറക്റ്റ് അവർക്ക് ടിക്കറ്റ് റൈസ് ചെയ്യണം. അതിനുശേഷം ബാറ്ററി ചെക്ക് ചെയ്യാനുള്ള ആൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ട് ബാറ്ററിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 4 വണ്ടി കൊടുത്തിട്ട് ഓഗസ്റ്റ് 12 ഈ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന ആൾ അവിടെ എത്തുന്നത്. അങ്ങനെ ബാറ്ററി അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഓഗസ്റ്റ് 14 എനിക്ക് വിളിച്ചു പറഞ്ഞു, സാറേ വണ്ടിയുടെ ബാറ്ററി സെൽസിലും എവിടെയും ഒരു കംപ്ലൈൻറ്റും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഡ്രോപ്പ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എർത്തിങ്ങിൻ്റെ പ്രോബ്ലം, അതല്ലെങ്കിൽ ബാറ്ററിയിലുള്ള സെൽ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം കാരണമൊക്കെ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് വരാമെന്ന് പറഞ്ഞു. വീട്ടിലുള്ള എർത്തിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം കാണിക്കേണ്ടതല്ലേ. നമ്മൾ ഏകദേശം ഒരു കൊല്ലത്തോളം ഈ വണ്ടി യൂസ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഈ പ്രോബ്ലം എനിക്ക് തുടങ്ങിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ എല്ലാം അവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ബാറ്ററി വീണ്ടും ഡീപ്പ് ഡിസ്ചാർജ് ചെയ്ത് നോക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും മറുപടി ഇല്ല. ഇനി ആ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല സാറേ, സെൽ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം തന്നെ ആയിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗത്തുനിന്നും പറഞ്ഞിട്ടുണ്ട്, ഈ കംപ്ലയിൻറ്റ് ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും അവിടെ തന്നെ കൊടുന്നിടും എന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ അതുപോലെ ഈ വണ്ടി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക. നിങ്ങളെ വണ്ടിയിലും ഇതേ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ? ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പല വാട്സപ്പ് കൂട്ടായ്മകളിലും പറയുന്നത് ഇത് ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അതായത് 20% താഴെ കസ്റ്റമേഴ്സ് വണ്ടി യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. 20% താഴെ വണ്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിലെ ബാറ്ററിക്ക് പല പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അത് ചെയ്തവർക്ക് മാത്രമാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ കൂട്ടുകാരൻ എന്നും വിളിച്ചിട്ടുള്ളൂ, ടാറ്റ കർവ് അവന് 17-18% വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അവന് ഈ പ്രോബ്ലം ഒന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. ടാറ്റയിലുള്ള സർവീസ് റെപ്രസെൻറ്റേറ്റീവിനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. അയാളിൻ്റെ അടുത്ത് പറഞ്ഞത് ടാറ്റയുടെ പുതിയ ഒക്ടിലിയോൺ ബാറ്ററികൾക്ക് അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്നാൽ പഴയ വണ്ടികളായിട്ടുള്ള, അതായത് ഒക്ടിലിയോൺ ബാറ്ററി അല്ലാത്ത പഴയ ടാറ്റ നെക്സോൺ പ്രൈം, ടിയാഗോ, അതിലെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ 20% ഡ്രോപ്പ് വരും. കാരണം അതിൽ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതേ ഇഷ്യൂ കാരണം ഇനി ആരെങ്കിലും വണ്ടി ഷോറൂമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്ത ഉടനെ തന്നെ ആദ്യം ജോബ് കാർഡ് ഓപ്പൺ ചെയ്യണം. ആ ജോബ് കാർഡിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വാങ്ങി വെക്കുക. 20% അവർ 0%ക്ക് ഡീപ്പ് ഡിസ്ചാർജ് ചെയ്യുന്ന വീഡിയോ വിത്ത് ആ ഓഡോമീറ്ററിൽ 0 ആക്കിയിട്ട് എത്ര കിലോമീറ്റർ കിട്ടി എന്നുള്ളതും നമുക്ക് അയച്ചു തരാൻ പറയണം. അതിൻ്റെ കൂടെ തന്നെ എത്ര ദിവസം വണ്ടി അവിടെ കടന്നു അവർ ചെക്ക് ചെയ്യാൻ, അതിനുള്ള കോമ്പൻസേഷൻ എമൗണ്ട് ആയിട്ടുള്ള 1200 രൂപ, ഒരു ദിവസത്തേക്ക് 1200 രൂപ വെച്ചിട്ട് അവർ നമുക്ക് തരേണ്ടതാണ്. വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. എനിക്ക് പറ്റാലും നിങ്ങൾക്ക് പറ്റരുത്. പെർ ഡേ 1200 രൂപ വെച്ച് തരേണ്ട എമൗണ്ട് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്നുള്ളത് ഞാൻ അവിടെ ചോദിച്ചു. 10 ദിവസം വണ്ടി അവിടെ കടന്നതാണല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, സെൽ ബാലൻസിങ്, സോഫ്റ്റ്വെയർ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ എമൗണ്ട് അവർ പേ ചെയ്യില്ല. എന്തെങ്കിലും സ്പെയർ പാർട്സിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് ആ സ്പെയർ പാർട്സ് വരാൻ വഴുകുകയോ അല്ലെങ്കിൽ ആ സ്പെയർ പാർട്സ് മാറ്റി കിട്ടാനെടുത്ത സമയമോ നോക്കിയിട്ടാണ് അവർ ആ എമൗണ്ട് തരുള്ളൂ എന്നാണ് പറഞ്ഞത്.